അല്ലാഹു 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 നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിലെ ഒരു സുന്ദരമായ അധ്യായമാണ്, സൂറത്താണ് സൂറത്തുൽ യൂസുഫ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവ ബഹുലമായ ചരിത്രമാണ് അല്ലാഹു തആല അതിൽ വിശദീകരിക്കുന്നത്. അഹ്സനുൽ ഖസസ്, ഏറ്റവും സുന്ദരമായ ചരിത്രമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിശേഷിപ്പിച്ചത്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ള മകനായി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചു. യാക്കൂബ് നബിയുടെ മറ്റ് സന്താനങ്ങൾക്ക് അഥവാ യൂസുഫ് നബിയുടെ സഹോദരങ്ങൾക്ക് യാക്കൂബ് നബിക്ക് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള അതിയായ സ്നേഹം കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് അസൂയ ഉടലെടുത്തു. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വകവരുത്താൻ അവർ തീരുമാനിച്ചു. ചരിത്രം സുദീർഘമാണ്. വഅൽഖൂഹു ഫീ ഗയാബത്തിൽ ജുബ്ബ്. ഒടുവിൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ ഒരു കിണറിലേക്ക് വലിച്ചെറിഞ്ഞു. ആ കിണറിൽ നിന്ന് യാത്രക്കാർ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തുകയും അടിമച്ചന്തയിൽ വിൽക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അടിമയായി വിൽക്കപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പിന്നീട് മിസ്രിന്റെ രാജാവായി മാറി, മിസ്രിന്റെ ധനമന്ത്രിയായി മാറി. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരന്മാർ വലിച്ചെറിഞ്ഞ ആ കിണർ ഇന്നും നമുക്ക് കാണാം. സുബ്ഹാനല്ലാഹ്. നമ്രൂദിന്റെ തീയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംരക്ഷിച്ച റബ്ബ് കിണറിൽ വെച്ച് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും സംരക്ഷിച്ചു. ഫലസ്തീനിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തപ്പെട്ട ആ ചരിത്രഭൂമിയും കിണറും കാണാം. പ്രവാചകന്മാരുടെ ത്യാഗത്തിന്റെ അടയാളങ്ങൾ ഇന്നും ലോകത്ത് മുദ്രയായി നിലനിൽക്കുന്നു. പ്രവാചകന്മാരുടെ ഈ മായാത്ത മുദ്രകൾ കാണുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് ഗുണപാഠവും അവർക്ക് ക്ഷമിക്കാനും അതുപോലെ തന്നെ പരീക്ഷണങ്ങളിൽ അടിപതറാതെ ഉറച്ചു നിൽക്കാനുമുള്ള പ്രചോദനമാണ്, ഒരു ഉത്ബോധനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാമിലായ ഈമാൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ചരിത്രഭൂമി സന്ദർശിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു